ഡിയർ ഫ്രണ്ട്സ്, അഞ്ചു പേടിക്ക് ഹിയർ. ഞാനിപ്പം നമ്മളുടെ വളഞ്ഞങ്ങാനത്തിന് തൊട്ട് മുകളിലുള്ളൊരു ചായക്കടയുടെ സ്പോട്ടിലാണ് നിൽക്കുന്നത്. നല്ല കട്ട മഞ്ഞാണ്. അപ്പം ഞാൻ കുട്ടിക്കാനം പോകുന്ന വഴിയാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ളൊരു ചെറിയ ചായക്കടയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പോകാൻ തൊട്ടിട്ട് നിർത്തിയതാണ്. അപ്പോൾ ഇതിൻ്റെ കടയുടെ ബാക്ക് സൈഡാണ് കേട്ടോ ഇത്. എന്ത് ഭംഗിയാണ് നോക്കിക്കുന്നത്. നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ. ആക്ച്വലി ഫുള്ള് മഞ്ഞ് മൂടി നിൽക്കുന്നുണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ മണ്ണിൻ്റെ ആ ഒരു തണുപ്പും ആ ഒരു വ്യൂവും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് എന്താണെങ്കിലും ഒരു കിടക്കാച്ചി ചായ കുടിച്ചിട്ടാണ് ഞാൻ എപ്പോഴും പോകാറ്. സോ ആ ചായയ്ക്ക് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനിടയിലുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ടോ. അതും ഞാനിന്ന് ഒറ്റയ്ക്കാണ് ഇറങ്ങിയിരിക്കുന്നത്, ആരെയും വിളിച്ചിട്ട് വന്നില്ല ഗൈസ്. സോ ഒറ്റയ്ക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു, അങ്ങനെ ഇറങ്ങിയതാണ്. ഇത് നമ്മളുടെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ വളഞ്ഞങ്ങാനത്തുനിന്ന് കയറി വരുന്ന റോഡാണ്, നമ്മളുടെ KK റോഡ്, അതായത് കോട്ടയം കുമളി റോഡ്. ഇവിടുന്ന് നേരെ പോകുന്നത് കുട്ടിക്കാനത്തേക്കാണ്. കുട്ടിക്കാനം റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കട്ടപ്പനയ്ക്ക് പോകുന്നവർക്ക് കട്ടപ്പന റോഡും കുമളിക്ക് പോകുന്നവർക്ക് കുമളിക്കും പോകാമെന്നാണ്. അപ്പോൾ നമ്മുടെ ചായ വന്നു, നോക്കിക്കേ, അടിപൊളിയല്ലേ, സൂപ്പർ ചായ ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. നമ്മളുടെ കിഴക്കോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മലയോര സൈഡുകളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ചായക്ക് ഭയങ്കര ടേസ്റ്റാണ്. കാരണം തേയില ഉൽപ്പാദിപ്പിക്കുന്നതും ഏലക്കായും എല്ലാം ഉണ്ടല്ലോ നമ്മളുടെ സ്വന്തം നാട്ടിൽ തന്നെ. എൻ്റെ പൊന്നു ഗൈസ്, മഞ്ഞ് കണ്ടോ, മഞ്ഞും ചെറിയ കാറ്റും ചെറിയ ചാറ്റൽ മഴയാണോ മഞ്ഞ് പെയ്യുന്നതാണോ ഒരു പിടുത്തല്ല കേട്ടോ. ഓ മൈ ഗോഡ്, എനിക്കാണെങ്കിൽ റോഡ് കാണാൻ പറ്റാഞ്ഞിട്ട് ഞാൻ വണ്ടിയോട് ഒതുക്കിയതാണ്. ഐസ് പോലെ ആക്ച്വലി ഇതിനകത്ത് നോക്കുമ്പോൾ മഞ്ഞ് കാണുന്നില്ല, പക്ഷെ ഭയങ്കര മഞ്ഞാണ്. മഴ തോന്നിട്ട് കോട്ടൊക്കെ ഇടാന്ന് വിചാരിച്ചു. ഭയങ്കര കട്ട മഞ്ഞ് ഒന്ന് കിട്ടാന്ന് പറയുന്നത് അതുപോലത്തെ മഞ്ഞ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ അവിടുന്ന് വണ്ടി എടുത്തിട്ട് കുറേയും കൂടെ മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ കുട്ടിക്കാനമൊക്കെ ക്രോസ് ചെയ്തു നമ്മൾ കട്ടപ്പന റൂട്ടിലേക്ക് തിരിഞ്ഞു ഏലപ്പാറയ്ക്ക് പോകുന്ന വഴിയാണ്. അപ്പം ആ പോകുന്ന വഴിക്ക് ഇതുപോലെ സൈഡിൽ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റിയ നല്ല സ്പോട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞ് ഭയങ്കര ഭംഗിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട്. സൂപ്പർ വ്യൂ ആണ് അവിടെ ഇരിക്കുമ്പോഴത്തേനും. മാത്രമല്ല മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് നല്ല കാറ്റും നല്ല വൈബ് ക്ലൈമറ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരുന്നിങ്ങനെ പ്രകൃതി ആസ്വദിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇതില്ലേ കോട്ടൊക്കെ ഇട്ട് മഴയൊക്കെ നനഞ്ഞിട്ട് ആകെ നല്ല, ഐ കാൻഡ് എക്സ്പ്ലെയിൻ, നല്ല മനസ്സിന് സുഖം കിട്ടുന്നുണ്ട് കേട്ടോ, ഉള്ളത് പറയാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഒരു കുറേ നേരമായി ഇവിടെ വന്നിരുന്ന് ആസ്വദിക്കാനൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു 5:30 സമയമായെന്ന് തോന്നുന്നു. ഈ മഴയത്തെ മഞ്ഞത്ത് ഇവിടെ വന്ന് കുത്തിയിരിക്കുമ്പോഴത്തേന് പ്രാന്താണെന്ന് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ. ശരിക്കും പറഞ്ഞാൽ പ്രാന്താണ്, പക്ഷേ വൈബാണ്. അടിപൊളിയാണ്. ഞാൻ KK റോഡിൻ്റെ സൈഡിലാണ് കേട്ടോ ഇരിക്കുന്നത്. കണ്ടോ, ഫുള്ള് മഴ, മഞ്ഞ്, പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. സമയം ഒരു 6:30 ആകാറായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഇവിടുന്ന് നേരെ കുട്ടിക്കാനം ചെന്ന് മല ഇറങ്ങി താഴെ മുണ്ടക്കയും ചെന്ന് ഇളങ്കാട്. ഓക്കെ, ഫുള്ളി റീചാർജ്. അപ്പോൾ 5 പേടിക്ക് അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ ഗൈസ്, ടാറ്റാ.